ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ഇവിടെ സൈക്ലോൺ വന്നില്ലേ, ആ ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്രാവശ്യത്തെ സൈക്ലോണിന്റെ പേര് ഡിറ്റ്വ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ആ ഒരു പ്ലോട്ട് ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്, അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിന്നു. അല്ലാതെ നമുക്ക് വീടിനുള്ളിലേക്കൊന്നും വേറെ വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒരേ കണക്കിന് ഇങ്ങനെ ചാറ്റൽ മഴ പോലെ നിന്നിട്ട് അങ്ങനെ വെള്ളം കയറിയതാണ്. പക്ഷെ എന്നാലും ഡ്രെയിനേജും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ അവർ ഓപ്പൺ ആക്കി വെച്ചിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ മഴ കാരണം കൊണ്ട് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല കാറ്റടിക്കും. പക്ഷെ വേറെ നാശനഷ്ടങ്ങളൊന്നും നമ്മുടെ ഈ ഒരു സൈഡിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. അതായത് മൺഡേയിലത്തെ വീഡിയോ അല്ലേ, അപ്പോൾ അന്ന് ഡിസംബർ 8-ാം തീയതി അന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ഷബാനയുടെ മകളുടെ, അതായത് സോഹ എന്നാണ് മോളുടെ പേര്, മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. 3 വയസ്സായിരുന്നു. അപ്പം ഞാനത് ശരിക്കും പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പം ഞാൻ ഓൾറെഡി നേരത്തെ അത് വോയിസ് കൊടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും മോൾക്ക് വേണ്ടിയിട്ട് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുവാണ്. അപ്പോൾ എല്ലാവരും ആ കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ട് വിഷസ് അറിയിച്ചേക്കണേ, മറക്കരുതേ. അപ്പോൾ സോഹ മോൾക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ഒരുപാട് കാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ നല്ല മിടുക്കിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഷബാന നമുക്ക് ഒരുപാട് കമന്റ്സ് ഒക്കെ അറിയിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. തുടക്കം മുതലേ എന്റെ ചാനലിൽ വളരെ നല്ല കമന്റ്സുകൾ അറിയിച്ച് നല്ല സപ്പോർട്ട് തരുന്ന ഒരു മോളാണ്. അപ്പോൾ ഷബാനയോട് ഞാൻ സോറി ചോദിക്കുകയാണ്. കാരണം ഞാൻ ഇത് ഓർത്ത് വെച്ച് കറക്റ്റായിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ എന്തോ നേരത്തെ അത് വോയിസ് കൊടുത്ത് വെച്ചത് കൊണ്ട് വിട്ടുപോയതാണ്. 1-2 കമന്റ്സ് നമുക്ക് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കമന്റ്സിനും കൂടിയുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്കിവിടെ മഴയായ കാരണം കൊണ്ടില്ലേ നല്ല തണുപ്പാണ് കേട്ടോ വീട്ടിനകത്ത്. അപ്പം ഞാൻ രാവിലെ തന്നെ സ്വെറ്ററൊക്കെ ഇട്ട് സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ മഴ കാരണം തണുപ്പൊക്കെ കയറിയിട്ട് അങ്ങനെയാണ് എനിക്കിപ്പോൾ കോൾഡും ഫീവറൊക്കെ ആയത്. അത്യാവശ്യം നല്ല പനിയായിരുന്നു കേട്ടോ. എനിക്കും ഹസ്ബൻഡിനും ഒക്കെ പനിയാണ്, ഇപ്പോഴും പനിയാണ്, മാറിയിട്ടൊന്നും ഇല്ല. ശരിക്കും ഞാനിന്ന് വീഡിയോ ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ. പക്ഷേ പെട്ടെന്ന് വൈകുന്നേരം വന്നിട്ടാണ്, തലേ ദിവസം അതായത് ഇന്നലെ വന്നിട്ടാണ് ഞാൻ എൻ്റെ വോയിസ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. 7:30 ആയപ്പോഴാണ് ഞങ്ങളിന്ന് എഴുന്നേറ്റത്. പിന്നെ രാവിലെ തന്നെ വന്നിട്ട് ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ന്യൂസിനകത്ത് ഈ മഴ ന്യൂസ് കേട്ട് പല സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ ഒരുപാട് പേടിച്ചു പോയി. അപ്പൊ ഇവിടെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഫോണിൽ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കറണ്ട് പോകുന്ന പ്രശ്നമൊക്കെ സാധാരണ ഈ സൈക്ലോൺ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇത്തവണ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. കറണ്ടിനൊന്നും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കറണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിരുന്നല്ലോ. പിന്നെ വെജിറ്റബിൾസും എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതുവരെയുള്ള വർഷങ്ങളിലും അങ്ങനെ ദൈവം സഹായിച്ച് ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്നാണെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു ലഞ്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചീര കൊണ്ടുള്ളൊരു കറിയും കുറച്ച് ചെറുപയർ പരിപ്പില്ലേ, പാസിപ്പരിപ്പ് എന്നാണ് തമിഴിൽ പറയുന്നത്, അത് വെച്ചിട്ട് ഒരു കൂട്ടാണ് ചെയ്യുന്നത്. പിന്നെ ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ളൊരു തോരൻ പൊരിയലാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലത്തെ പോലെ തോരനുള്ള എല്ലാ കൂട്ടും ചേർക്കാതെ വെറുതെ തേങ്ങ മാത്രം ചിരകിയിട്ട് എടുക്കുന്ന ഒരു തോരനാണ്. പിന്നെ ഒരു മുട്ട ഓംലേറ്റും ആണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ചാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ്. മഴയൊക്കെ ആയ കാരണം കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഞങ്ങൾ മോസ്റ്റ്ലി ഇങ്ങനെ തന്നെയാണ് വീക്ക് ഡേയ്സിൽ ആഹാരമൊക്കെ കഴിക്കാറുള്ളത് കേട്ടോ. പിന്നെ ആമയ്ക്ക് സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ തലേ ദിവസം ഞാൻ ചീരയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കും. പക്ഷെ ഇതിപ്പോൾ സ്കൂളില്ലാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ രാവിലെ തന്നെയാണ് എല്ലാം കട്ട് ചെയ്തെടുത്തത്. പക്ഷെ തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 കമന്റ്സിന് റിപ്ലൈ ഇന്ന് കൊടുക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ നിഷിത ബൈജു എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവരുടെ സ്ഥലം ഞാൻ തിരുവനന്തപുരം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അത് എനിക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാനിവിടെ എഴുതി വെച്ചിട്ടാണ് ഓരോരുത്തരുടെയും പേര് വായിക്കുന്നത്. എഴുതിയതിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ അവര് മലപ്പുറത്തുള്ള ആളാണ്, അപ്പോൾ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതരുത് കേട്ടോ. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം പലതരത്തിലുള്ള ആൾക്കാരാണല്ലോ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്യുമോ എന്നുള്ളൊരു ഭയമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് എവിടെയാണ്
എവിടെയാണ്, ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസം മുന്നെയാണ് ഇതുപോലെ ഒരു ആള് കമന്റ് ഇട്ടിരുന്നു, മോൻ പഠിക്കുന്ന സ്കൂളിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പറയരുത്, കാരണം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ പറയുന്നത് നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ അത് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാനത് എപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ, അതൊന്ന് വിട്ടുപോയതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇതിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ലഞ്ചിനുള്ള കറികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ത് മുളക് പൊടിയാണ് ഇടുന്നത്. ഈ ഒരു കുഴമ്പ് മുളക് പൊടി ആച്ചിയുടെ കമ്പനിയുടേതാണ്, ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പാക്കറ്റ് ഞാനിത് വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇത് ചെറിയ പാക്കറ്റാണ്, 79 രൂപയാണ് MRP വരുന്നത്. അപ്പം ഞാനിത് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. എന്നോട് ഒരാൾ ചോദിച്ചതാണ് എല്ലാത്തിനും ഈ കുഴമ്പ് മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഞാൻ അന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ മീൻ കറിക്കും എല്ലാത്തിനും മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും ഒക്കെ പകരം കുഴമ്പ് മുളക് പൊടിയാണ് ഇടുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഡൗട്ട് വന്നത്. അപ്പം ഞാൻ നമ്മുടെ നാട്ടിലത്തെ കറികളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ മുളക് പൊടിയും മല്ലിപ്പൊടിയും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ പൊട്ടറ്റോ ഫ്രൈക്കാണ് ഞാൻ കൂടുതലും ഇതെടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാരക്കുഴമ്പ്, പിന്നെ കത്തിരിക്ക കുഴമ്പ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം, വത്തക്കുഴമ്പ്, അങ്ങനത്തെയൊക്കെ റെസിപ്പീസൊക്കെ നമ്മുടെ ഇവിടുത്തെ തമിഴ്നാടിൻ്റെ ഓതൻറ്റിക് റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ഒരു കുഴമ്പ് മുളക് പൊടി എടുക്കുന്നത് കേട്ടോ. മീൻകറി വെക്കാൻ പോലും ഞാൻ നമ്മുടെ നാട്ടിലത്തെ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ, അതും ഞാനിവിടെ മേടിച്ച് പൊടിപ്പിച്ച് വെച്ചേക്കും, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. 2-3 വീഡിയോസിലായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പുതിയൊരാളാണ്, സൗമ്യ എന്നാണ് ആ ഒരു സഹോദരിയുടെ പേര്. അപ്പോൾ അവരെനിക്കിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാ വീഡിയോസും നല്ലതാണ്, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിഫോർ മാരേജ് കേരളയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി മലയാളിയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് തിരുനെൽവേലിയിലാണ് ഇപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ 3K സബ്സ്ക്രൈബർ ആയ വീഡിയോയിലൊക്കെ എന്നെ കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 3000 പേരിൽ ഒരാളാണ് ഞാനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു കമന്റിൽ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള ടിപ്സ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കമന്റ്സ് തന്നെയാണ് അറിയിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കമന്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല, കാരണം ഞാൻ എഴുതി എടുത്തിട്ടില്ല കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ വ്ലോഗ് കാണാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. കണ്ടപ്പോഴത്തേക്കും ഒരു കൂട്ടുകാരിയോട് സംസാരിക്കുന്ന ഒരു ഫീലാണ് തോന്നിയെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദിൽന ഷഫീർ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ അജ്മാനിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, ഒറ്റപ്പെട്ടൊരു ഫീലാണ്, നാട്ടിലായിരുന്നു മുന്നേ, പക്ഷേ ഇപ്പോൾ ഇവിടെ അജ്മാനിൽ വന്നതിന് ശേഷം ഭയങ്കര ടെൻഷനാണ്, പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മോട്ടിവേഷൻ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 ആൾക്കാർക്കും വേണ്ടത് ഒരേ കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നും അല്ല കേട്ടോ, വായിച്ചറിഞ്ഞതും അല്ലാതെ റെഫർ ചെയ്തൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ കുറേയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സാധാരണ വീട്ടമ്മമാർക്ക് ഒത്തിരി ടെൻഷനും ഭയങ്കര ഒരു നമ്മുടെ ഒരു ലൈഫ് തന്നെ വല്ലാത്തൊരു പ്രഷറിലൂടെ കടന്നു പോകുന്നൊരു അവസ്ഥയാണല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അങ്ങനെയാണ്. കൂട്ടുകുടുംബം ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം മക്കളുടെ കാര്യത്തിലാണെങ്കിലോ മറ്റ് പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ടെൻഷനുകളാണല്ലേ. നമ്മൾ എത്രയൊക്കെ ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ദിവസവും വണ്ടി വിളിച്ച് വരുമെന്ന് പറഞ്ഞതുപോലെ ഓരോരോ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണെന്നുള്ളത് നമുക്ക് ഈ കമൻറ്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മൈൻഡ് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടുന്ന കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം. നമ്മൾ പല വീഡിയോകളിലായിട്ട് ഇതിനെ പറ്റിയുള്ള ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരിത് ചോദിച്ചത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഒരു ഡേ ഫസ്റ്റ് നമ്മൾ റിലാക്സ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഉറക്കം എഴുന്നേറ്റാൽ ഉടനെ തന്നെ നേരെ പോയിട്ട് വീട്ടിലെ പണികൾ ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ ചാടി എണീക്കാതെ ബെഡിലൊന്ന് കുറച്ച് നേരം ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം നല്ലതായിരിക്കണം എന്നൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഉറക്കം എഴുന്നേറ്റാൽ ഉടനെ തന്നെ നേരെ കിച്ചണിലേക്ക് ഓടി വന്ന് ജോലികൾ ചെയ്യാതെ ഒന്ന് മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷ് വായുവൊക്കെ ഒന്ന് ശ്വസിച്ച് നല്ലപോലെ ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം കുറച്ച് കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു റിലാക്സ് ആവും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. പിന്നെ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ സ്വയം വിചാരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് കൊണ്ട് കാര്യമില്ല, നിങ്ങളത് ലൈഫിൽ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെതായ വ്യത്യാസം കാണാനായിട്ട് പറ്റും. പലരും പറയുന്ന പരാതിയാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും കേട്ടോ. 5 മിനിറ്റ് നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടുപണികളിലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മോർണിംഗ് ഡ്രിങ്ക്, ഒന്നും ഇല്ലെങ്കിലും ചെറു ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് നമ്മുടെ അന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. അത് ശരിക്കും നമ്മുടെ ഒരു സെൽഫ് കെയറിൽ വരുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ പോയിട്ട് കോഫി ടീ ഇതൊന്നും കുടിക്കാതെ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചതിന് ശേഷമൊക്കെ ഒന്ന് നമ്മുടെ കോഫി ടീ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് പോലുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അന്നത്തെ ഡേ നമുക്ക് നല്ലതായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ലൈറ്റ് ആയിട്ടുള്ള റുട്ടീൻ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരു റുട്ടീനോ അല്ലെങ്കിൽ ഭയങ്കര ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ബിസി റുട്ടീൻ നമ്മൾ ഒരിക്കലും സെറ്റ് ചെയ്യരുത്. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ പ്രീപ്രിപ്സ് ചെയ്യേണ്ടി വരും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, നമ്മൾ വീട്ടമ്മമാരാണെന്ന് കരുതിയിട്ട് നമ്മളെല്ലാം രാവിലെ കിടന്ന് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒരു ജോലിക്ക് പോകുന്ന ഒരാൾ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്നത്, അതുപോലെ തന്നെ നമ്മളും ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഒത്തിരി സമയം കിട്ടത്തുള്ളൂ. അപ്പം നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ ഒത്തിരി ഉപകാരപ്പെടും. നമ്മൾ നല്ലൊരു റുട്ടീൻ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മെസ്സി ആയിട്ടുള്ളൊരു റുട്ടീൻ പ്ലാൻ ചെയ്യരുത്. തലേ ദിവസം തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും പിന്നെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും അതുപോലെ പിന്നീട് മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ തരംതിരിക്കുക. ഹോം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എക്സ്പീരിയൻസിലൂടെ നേടേണ്ട ഒരു കാര്യമാണ്. ആരും ഇതെല്ലാം പഠിച്ചിട്ടല്ല വരുന്നത് അല്ലേ. അപ്പം നമ്മളെല്ലാവരും ആഫ്റ്റർ മാരേജ് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് എല്ലാത്തിനും ഒരു അറിവ് കിട്ടുന്നത് അല്ലേ. അത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ അനുഭവത്തിലൂടെ വരുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റുട്ടീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സ്മാർട്ടായിട്ടുള്ള രീതികളൊക്കെ പ്രയോഗിക്കുക. അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ, അതായത് മക്കളോ ഹസ്ബൻഡോ ഇൻലോസോ അവരെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക കേട്ടോ. നമ്മൾ അങ്ങനെ അവരെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് കഴിവില്ല എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തുടക്കത്തിലൊന്നും ആരും ഹെൽപ്പ് ചെയ്തു എന്ന് വരത്തില്ല, പക്ഷെ എന്നാലും നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ട് നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മുടെ ക്ലീനിങ്ങുകളിലൊക്കെ അവരെയും കൂടി ഉൾപ്പെടുത്തുക. ചെറിയ ചെറിയ ബ്രേക്കുകൾ നമ്മൾ എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ കിച്ചണിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാതെ ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം. പിന്നെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഫോണൊന്ന് സ്ക്രോൾ ചെയ്യണമെങ്കിൽ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഒത്തിരി സമയം എടുത്തുള്ള ബ്രേക്കല്ല ഞാൻ പറയുന്നത്, വളരെ കുറച്ച് 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യുന്ന പോലെ ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ ഒന്ന് നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്ത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈൻഡ് റിലാക്സ് ആവാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. നല്ല ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി മെലഡീസ് കാണുമല്ലോ ഫേവറേറ്റ് ആയിട്ടുള്ള, അപ്പം അങ്ങനത്തെ മെലഡീസ് ഒക്കെ കേൾക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ബ്രീതിങ് എക്സസൈസസ് ഒക്കെ ഉണ്ട്. 4-4-6 ബ്രീതിങ് ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ അതായത് 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യണം, പിന്നെ എന്നിട്ട് 6 സെക്കൻഡ് എക്സെയിൽ ചെയ്യുക. ഇത് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു നമുക്കൊരു ആശ്വാസം കിട്ടും, മൈൻഡ് റിലാക്സ് ആവും. 4-4-6 ബ്രീതിങ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് നല്ല വായുവൊക്കെ ശ്വസിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പല വീഡിയോയിലായിട്ട്, ചെറിയൊരു ഗാർഡനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച് നമ്മൾ അതിനോടൊപ്പം കുറച്ച് സമയമൊക്കെ ചിലവഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മൈൻഡ് റിലാക്സ് ആവും. വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് എന്ന് പറയുന്നത് വീടിനുള്ളിൽ തന്നെ ഇരുന്നുള്ളൊരു ഇതാണല്ലേ, ജീവിതമാണല്ലേ. അപ്പം നമ്മൾ വീട്ടിനുള്ളിലെ കാര്യങ്ങൾ മാത്രം കണ്ട് എപ്പോഴും ഒരേ കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു മടുപ്പ് തോന്നും. അപ്പം അങ്ങനെ അത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ ഗാർഡനിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ഒന്ന് എൻഗേജ്ഡ് ആവുക. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ സ്വയം എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഒക്കെ കണ്ടുപിടിക്കുക. നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്ത് നേരത്തെ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് തീർത്താൽ തന്നെ ദിവസവും ഒരു അരമണിക്കൂർ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യാനോ ക്രാഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ ഇപ്പോൾ അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് ഫോണിലാണല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിലിങ്ങനെ ഒത്തിരി സമയം സ്ക്രോൾ ചെയ്ത് സമയം കളയാതെ നമ്മൾ കുറച്ച് സമയം മാത്രം ഫോൺ
യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി വീട്ടമ്മമാരുടെ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒത്തിരി പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറേ ടെക്നിക്കുകളിലൂടെ നമ്മുടെ ഫോൺ അഡിക്ഷനൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവം തന്നിട്ടുള്ളൊരു ലൈഫ് എന്ന് പറയുന്നത് അത് നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് നശിപ്പിക്കേണ്ടതല്ല. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ തൃപ്തരായിട്ടിരിക്കുക. നമ്മൾ ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട്, നമ്മുടെ വീട് ചെറുതായിരിക്കാം, നമ്മുടെ സൗകര്യങ്ങൾ ചെറുതായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നമുക്കുള്ളതിൽ സന്തോഷിച്ച് വീട്ടുകാരുമായിട്ട് മാക്സിമം പ്രശ്നങ്ങളില്ലാതെ പോകാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, മീ ടൈം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ. ഇപ്പം നമ്മളൊരു ചായ കുടിക്കുന്നത് പോലും നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നൊരു ടൈമാണ്. അതുപോലെ തന്നെ നല്ലൊരു ഉറക്കം നന്നായിട്ട് ഉറങ്ങാൻ കഴിയാത്ത എത്രയോ വീട്ടമ്മമാരുണ്ടല്ലേ. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങാനായിട്ട് സമയം മാറ്റി വെക്കുക. അതുപോലെ തന്നെ കുറച്ച് ബുക്സൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ നോവലുകളും മറ്റുമൊക്കെ 1-2 പേജ് വായിച്ചാൽ മതി. അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു റിലാക്സ് തോന്നും അല്ലേ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പോഡ്കാസ്റ്റുകൾ കേൾക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ കിച്ചൺ ജോലികൾ ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലുമൊക്കെ പോഡ്കാസ്റ്റുകൾ വെച്ച് കേൾക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മളൊന്ന് കേൾക്കുക. പിന്നെ അതുപോലെ തന്നെ രാത്രി നല്ലപോലെ ഉറങ്ങിയാൽ മാത്രമേ രാവിലെ നമുക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റുള്ളൂ, എന്നാലേ നമ്മുടെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു നൈറ്റ് സ്ലീപ്പ് റുട്ടീനും കൂടി തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ, ഓരോ ചെറിയ കാര്യങ്ങളിലും നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ ഉള്ളിലൊരു കോൺഫിഡൻസും ഒരു സന്തോഷമൊക്കെ വരും അല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവനവൻ തന്നെ വിചാരിച്ച് മാറ്റിയാലേ നടക്കത്തുള്ളൂ. അപ്പം ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും നമ്മുടെ ഒരു വീടിൻ്റെ ഒരു കോർണർ ക്ലീൻ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസ് എടുത്ത് വെക്കുന്നതോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു കാര്യം കൃത്യസമയത്ത് ചെയ്ത് തീർക്കുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതോ, ഇതൊക്കെ ആയിരിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഞാൻ നല്ലൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു അമ്മയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് മനസ്സിനൊരു റിലാക്സേഷൻ കൊണ്ടുവരും. പിന്നെ എല്ലാവരും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് കാത്തിരിക്കേണ്ട, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതും അത് തന്നെയാണ്. മറ്റുള്ളവരുടെ ഇതിന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നതെങ്കിൽ നമ്മളവിടെ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം മറ്റുള്ളവരുടെ കയ്യിലല്ല നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് അല്ലേ. ഇന്നത്തെ ലോകത്ത് എല്ലാവരും സ്വാർത്ഥരാണ്. എല്ലാവരും സ്വന്തം കാര്യം നോക്കി ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണല്ലേ. ഒരാളുടെ സങ്കടം കേൾക്കാൻ പോലും ആർക്കും നേരമില്ല. ആരും ആരെയും കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ പോസിറ്റീവായിട്ട് തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവുക. അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത് പോലെ നമ്മളും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുവാണെങ്കിൽ നല്ലപോലെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുക. പിന്നെ ഞാൻ എപ്പോഴും കൂടുതൽ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, പ്രാർത്ഥനകൾക്കും കൂടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളത്. ദിവസവും കുറച്ച് നേരം, നമ്മൾ ഏത് മതസ്ഥരോ ആയിക്കോട്ടെ, എന്ത് മതത്തിലുള്ളവരാണെങ്കിലും, ഏത് കാര്യം ഫോളോ ചെയ്യുന്നവരാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചാൽ തന്നെ മനസ്സിന് നല്ലൊരു ആശ്വാസമാണ്. പിന്നെ നമ്മുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ മറ്റുള്ളവരോട്, മനുഷ്യരോട് പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു അത് ദൈവത്തോട് പറയുന്നതാണ്. ദൈവം എന്നൊരു സങ്കല്പം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനായിട്ട് ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു ശക്തിയോട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലെ ഭാരം ഒരുപാട് കുറയും. നമ്മളെ ചതിക്കില്ല എന്ന് വിശ്വാസം ഉള്ള ഒരു കാര്യമാണല്ലോ. നമ്മൾ പറഞ്ഞ രഹസ്യങ്ങൾ പുറത്തു പോയില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ റെഫർ ചെയ്ത പോയിന്റ്സ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തേക്കും. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ സ്റ്റാർ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഒരു സ്റ്റാർ ഉണ്ടാക്കി.
ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ കുറച്ച് സ്റ്റാറുകൾ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ലീഫ് 1-2 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു സൈസിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ബൈസൺ മൂവി ഇങ്ങനെ OTTയിൽ വന്നായിരുന്നല്ലോ. അപ്പോൾ അത് ഞങ്ങൾ കണ്ടിട്ടാണ് കിടന്നത്. പിന്നെ ആമിക്ക് 2-3 ദിവസം ലീവ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ വീഡിയോസൊക്കെ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നിട്ടൊരു ബട്ടൺ വരും. അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തും. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.